18 വർഷങ്ങളാണ് RCB ഒരു കിരീടത്തിനായി കാത്തിരുന്നത്. അക്ഷരാർത്ഥത്തിൽ 2025 അതിൻ്റെ കൂടെ വർഷമാകുന്നു. 6 റൺസിന് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് RCB ആദ്യ IPL കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ക്രിക്കറ്റ് കാണുന്ന ഏതൊരു ആരാധകരെയും സങ്കടപ്പെടുത്തുന്ന കണ്ണീരിലാഴ്ത്തുന്ന നിമിഷങ്ങളാണ് അഹമ്മദാബാദിൽ നടക്കുന്നത്. കാരണം അതിമനോഹരമായ കാഴ്ചകൾക്ക് തന്നെയെന്ന് നിസ്സംശയം പറയാം. കോഹ്ലിക്കൊരു കിരീടം എന്നത് ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും ആഗ്രഹമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ പടിതർ അത് തന്നെയാണ് ചെയ്തതും. ആദ്യം ബാറ്റ് ചെയ്ത RCB നേടിയത് 190 റൺസാണ്. എന്നാൽ മറുപടി ബാറ്റിംഗിൽ 6 റൺസ് അകലെ പഞ്ചാബ് കിങ്സ് തോൽവി അടഞ്ഞിരിക്കുകയാണ്. മത്സരത്തിൽ വിരാട് കോഹ്ലി തന്നെയാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ. 43 റൺസാണ് കോഹ്ലി നേടിയത്. 24 റൺസ് മയങ്ക് അഗർവാളും 26 റൺസ് പടിത്തറും ലിവിങ്സ്റ്റണും ജിതേഷ് ശർമ്മയും റൊമാനോ ഷെപ്പേർഡും എല്ലാം സ്കോറിങ്ങിനാക്കം കൂട്ടി. എന്നാൽ RCBയുടെ ട്വിസ്റ്റ് രണ്ടാം ബാറ്റിംഗിലായിരുന്നു. പ്രിയൻ ഷാരയുടെ വിക്കറ്റ് എടുത്തുകൊണ്ടാണ് RCB തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന പഞ്ചാബ് കിങ്സിനെ കണ്ടു. പ്രിയൻ ഷാര്യ, പ്രത്സിമ്രൻ സിംഗ്, ശ്രേയസ് അയ്യർ, ജോഷ് ഇംഗ്ലീഷ്, നിഹാൽ വധേര എന്നിങ്ങനെ ലിസ്റ്റ് നീണ്ടുപോയി. എന്നാൽ ഒരു വശത്ത് 30 പന്തിൽ 61 റൺസ് നേടി ശശാങ്ക് സിംഗ് മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും അതൊന്നും മതിയാവാതെ വന്നു. RCB ബോളേഴ്സിൽ ഏറ്റവും മികച്ചു നിന്നത് കൃണാൽ പാണ്ഡ്യയാണ്. 4 ഓവറിൽ 17 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റുകൾ നേടി. ഭുവനേശ്വർ കുമാർ 2ഉം യഷ് ദയാലും ഹേസൽവുഡും റൊമാരിയോ ഷെപ്പേർഡും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി. എന്നാൽ ഇതിനെല്ലാം അപ്പുറം വിരാട് കോഹ്ലി കിരീടം സ്വന്തമാക്കി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കോഹ്ലിയെ സംബന്ധിച്ച് വൈകാരിക നിമിഷങ്ങളാണ് അഹമ്മദാബാദിൽ കടന്നു പോകുന്നത്. കൂടെ വന്നവരും പിന്നാലെ വന്നവരുമൊക്കെ കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ കോഹ്ലി മാത്രം അന്യമായി നിന്നിരുന്നു. ആരാധകർക്കപ്പുറം ക്രിക്കറ്റ് സ്നേഹിക്കുന്ന എല്ലാവരും RCBയുടെ കിരീടം ആഘോഷിക്കുകയാണ്.